പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. രണ്ടു പാർട്ടികളും ഇപ്പോൾ സമാന്തര പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും ഇരുവരും ഒരിക്കലും കൂട്ടിമുട്ടില്ലെന്നും ഉണ്ണിത്താൻ പറയുന്നു. പ്രതിപക്ഷത്ത് ചക്കളത്തെ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. സഹികെട്ട് സിപിഐ UDF-ലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിട്ടുണ്ട്. 1969 അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണിത്താൻ ഇങ്ങനെ പറയുന്നത്. അന്ന് സപ്തകക്ഷി മുന്നണി വിട്ട് CPI UDF-ലെത്തി. അപ്പോൾ LDF-ൽ ആത്മാഭിമാനം പണയപ്പെടുത്തി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ CPI UDF-നെ കുറിച്ച് ആലോചിച്ചുകൂടായികയില്ല എന്നാണ് ഉണ്ണിത്താന്റെ വാക്കുകൾ. ഉപനേതൃപദവി സംബന്ധിച്ച തർക്കം LDF-നെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിനെതിരെ ഇന്ന് CPI രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചതോടെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള പരസ്യപ്പോര് ശക്തമായത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് കൊടുക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പിണറായി. മുന്നണിയിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് അംഗീകരിക്കാനാകില്ലെന്നും പദവി തങ്ങൾക്ക് തന്നെ വേണമെന്നുമാണ് CPIയുടെ നിലപാട്. ഇങ്ങനെ LDF-ലെ രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലടിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന CPI ജില്ലാ യോഗങ്ങളിൽ പണ്ട് കോൺഗ്രസിനൊപ്പം സഖ്യം ചേർന്ന കാലമായിരുന്നു പാർട്ടിക്ക് നല്ലതെന്ന് പല നേതാക്കളും അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇന്നത്തെ ആ വാക്കുകൾ കാണാം. അവര് ഒരുപക്ഷെ ആ മുന്നണിയിൽ ആത്മാഭിമാനം പണയപ്പെടുത്തി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ UDF-നെ കുറിച്ച് ആലോചിച്ചുകൂടായില്ല. CPM-ഉം CPI-യും ഒരു റെയിൽവേ പാളം പോലെ പോവുകയാണ്. ഒരിക്കലും കൂട്ടിമുട്ടില്ല. രണ്ടും സമാന്തര രേഖകളായി പോവുകയാണ്. അതുകൊണ്ട് ഇത് മുന്നണിയുടെ ഒരു തകർച്ചയിലേക്ക് ഈ സംഭവവികാസം കൊണ്ടുചെന്നെത്തിക്കും. 55-60 വണ്ടികളുടെ അകമ്പടിയോടുകൂടി പോയി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കൊതുക് പോലും അദ്ദേഹത്തെ കടിക്കാൻ ഭയപ്പെട്ടിരുന്നു. പിന്നെ എന്തിനാ ഈ 56-60 വണ്ടി? പിണറായി വിജയൻ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ചർച്ച മാത്രമല്ല ഈ ഡെപ്യൂട്ടി നേതൃപദവി ഒരു കാരണവശാലും CPIക്ക് കൊടുക്കില്ലെന്ന് യാതൊരു സംശയത്തിനും ഇടവരാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു മുന്നണിയാണ്. മുന്നണി സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് ഡെപ്യൂട്ടി സ്ഥാനം ഞങ്ങൾക്ക് കിട്ടണം. തന്നില്ലെങ്കിൽ അതിനകത്തൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അപ്പോൾ ഒരു ചക്രത്തി പോരാട്ടം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അവസാനം എവിടെ ചെന്ന് നിൽക്കും എന്നെനിക്കറിയില്ല. കാരണം ഇനി 1969 പോലെ സഹികെട്ട് സപ്തകക്ഷി മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ CPI വന്ന പോലെ അവർ ഒരുപക്ഷെ ആ മുന്നണിയിൽ ആത്മാഭിമാനം പണയപ്പെടുത്തി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ UDF-നെ കുറിച്ച് ആലോചിച്ചുകൂടായില്ല. അതുകൊണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ, ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ CPM-ഉം CPI-യും ഒരു റെയിൽവേ പാളം പോലെ പോവുകയാണ്. ഒരിക്കലും കൂട്ടിമുട്ടില്ല. രണ്ടും സമാന്തര രേഖകളായി പോവുകയാണ്. അതുകൊണ്ട് ഇത് മുന്നണിയുടെ ഒരു തകർച്ചയിലേക്ക് ഈ സംഭവവികാസം കൊണ്ടുചെന്നെത്തിക്കും. അല്ല, വാഴുന്നവരെ വാഴ്ത്തുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണല്ലോ. വീഴുന്നവനെ ചവിട്ടുക എന്നുള്ളതും. അപ്പോൾ അധികാര സ്ഥാനങ്ങൾ ഇരിക്കുമ്പോൾ അവതാരങ്ങൾ വന്നുകൂടും. ആ അവതാരങ്ങളാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ടില്ലയോ, 55-60 വണ്ടികളുടെ അകമ്പടിയോടുകൂടി പോയി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കൊതുക് പോലും അദ്ദേഹത്തെ കടിക്കാൻ ഭയപ്പെട്ടിരുന്നു. പിന്നെ എന്തിനാ ഈ 56-60 വണ്ടി? ഇപ്പോൾ എന്താ, കേരളത്തിലെ മുഖ്യമന്ത്രി 3 വണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു പൈലറ്റും എസ്കോർട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ആർഭാടം, അതായത് കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച ഒരു മനോഭാവത്തിന്റെ പ്രതികരണമാണ് നമ്മൾ ഈ പിണറായി വിജയന്റെ കഴിഞ്ഞ വർഷത്തെ കാര്യം. അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി, പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച പാർട്ടി, അതൊക്കെ പോയി. ഇപ്പോൾ ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ സന്തതികളായി നേതാക്കന്മാർ മാറി.
അതുകൊണ്ടാണ് ചങ്ങാത്ത മുതലാളി, ഇപ്പോൾ ചങ്ങാത്ത മുതലാളിത്തൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റുകാർ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി സർക്കാർ പ്രോസിക്യൂഷൻ ഇത്രയും കാലം അനുമതി നൽകിയിരുന്നില്ല. ഇപ്പം UDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനെ തന്നെ പ്രോസിക്യൂഷൻ അല്ല, കോടതിയുടെ നിരവധി പ്രാവശ്യം ഉത്തരവ് വന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതിന് പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കാത്തതെന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കണം. ഞങ്ങളുടെ INTUC സംസ്ഥാന പ്രസിഡന്റായിട്ട് പോലും ഞങ്ങളിലേക്ക് ആ കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങി. മനസ്സിലായില്ലേ? അതിനകത്തെങ്ങും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തിട്ടില്ല.